അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് സൂറത്തുൽ ലുഹയുടെ അത്ഭുത രഹസ്യങ്ങളെ കുറിച്ചാണ്. മഹാനരായ ഹാത്തമുൽ ഹസം റളിയല്ലാഹുവിനെ കുറിച്ച് കേൾക്കാത്തവരായി ആരും ഉണ്ടാവുകയില്ല. ഔലിയാക്കളിൽ പ്രമുഖനാണ്. അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാനാണ് ഹാത്തമുൽ ഹസം റളിയല്ലാഹു അൻഹു. ഹാത്തമുൽ ഹസം റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരിക്കൽ ഒരു സഹോദരി വന്ന് സങ്കടം പറയുകയാണ്. മഹാനവറുകളെ, വല്ലാത്ത പ്രതിസന്ധിയിലാണ്, വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. എന്റെ ഭർത്താവിന്റെ സ്വഭാവം മോശമാണ്, എന്റെ മക്കളുടെ സ്വഭാവം മോശമാണ്, ദാരിദ്ര്യത്തിലാണ് ഞങ്ങളുടെ ജീവിതമെന്ന് മഹാനവറുകളോട് സങ്കടം പറഞ്ഞപ്പോ അതിന് പരിഹാരമായി ഹാത്തമുൽ ഹസം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ദിക്റുകളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ചൊല്ലിയതിന് ശേഷം സൂറത്തുൽ ലുഹ 11 പ്രാവശ്യം നീ പാരായണം ചെയ്യണം. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നിന്റെ പ്രയാസങ്ങൾ മാറും, ഭർത്താവിന്റെ സ്വഭാവം മാറും, മക്കളെ സ്വഭാവം നന്നാവും, ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകും. അങ്ങനെ ആ സഹോദരി മഹാനവറുടെ അടുക്കൽ നിന്ന് തിരിച്ചു പോരുകയാണ്. കുറെ കാലങ്ങൾക്ക് ശേഷം ആ സഹോദരി വീണ്ടും ഹാത്തമുൽ ഹസം റളിയല്ലാഹുവിനെ ചെന്ന് കാണുകയാണ്. മഹാനവറുകളോട് സന്തോഷ വാർത്ത പറയുകയാണ്. സൂറത്തുൽ ലുഹ പാരായണം ചെയ്തതിന്റെ പേരില് സമാധാനം ഉണ്ടായി, സന്തോഷം ഉണ്ടായി, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളും സൂറത്തുൽ ലുഹ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ ഒരുപാട് പ്രയാസങ്ങൾക്ക് അത് പരിഹാരമാകും, ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് അത് പരിഹാരമാകും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലെ, വല്ലാത്ത പ്രയാസത്തിലാണ്, കച്ചവടമൊക്കെ വളരെ മോശമാണ്, ലാഭമൊന്നുമില്ല നബിയെ, അവിടുന്ന് പ്രാർത്ഥിക്കണം, അവിടുന്ന് പരിഹാരം നൽകണമെന്ന് മുത്തുനബിയോട് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ സൂറത്തുൽ ലുഹ പതിവാക്കുക. നീ സൂറത്തുൽ ലുഹ പതിവാക്കി കഴിഞ്ഞാൽ നിന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവും, കച്ചവടത്തിൽ നല്ല ലാഭമുണ്ടാവും. അങ്ങനെ ആ സഹാബി തിരിച്ചു പോരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഈ ചെറുപ്പക്കാരൻ തിരിച്ചു വരുമ്പോൾ കച്ചവടത്തിൽ ധാരാളം ലാഭം ലഭിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്നാ പറയുന്നത്. ഇതൊക്കെ സൂറത്തുൽ ലുഹയുടെ മഹത്വമാണ്, ബറക്കത്താണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഏതേത് പ്രയാസങ്ങൾക്കും സൂറത്തുൽ ലുഹ നല്ലതാണ്. മാനസികമായ പ്രയാസങ്ങൾ മാറാൻ, നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മളെ കൽബിലുള്ള ഭയം, പേടി മാറാൻ സൂറത്തുൽ ലുഹ നല്ലതാണ്. നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ തിരിച്ചു ലഭിക്കാൻ സൂറത്തുൽ ലുഹ ചൊല്ലിയാൽ മതി എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ലുഹ അള്ളാഹു മുത്തുനബിക്ക് ഇറക്കി കൊടുക്കാൻ ഒരു കാരണം ഉണ്ടായി. അതിന്റെ കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുറച്ചു കാലത്തേക്ക് വന്നില്ല. അള്ളാഹുവിന്റെ വഹി മുത്തുനബിക്ക് കുറച്ചു കാലത്തേക്ക് വന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ വല്ലാതെ വിഷമിച്ചു, വല്ലാതെ സങ്കടപ്പെട്ടു. മുശ്രിക്കീങ്ങള് മുത്തുനബിയെ കളിയാക്കി, മുത്തുനബിയെ പരിഹസിച്ചു. നിങ്ങളുടെ റബ്ബ് നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് ഒരിക്കലും വഹി വരില്ല എന്ന് മുത്തുനബിയോട് പറഞ്ഞ് മുത്തുനബിയെ പരിഹസിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഹ ഇറക്കുകയാണ്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദക റബ്ബുക വമാ ഖലാ. നബിയെ, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. ഇതാണ് സൂറത്തുൽ ലുഹ. അപ്പൊ മാനസികമായ പ്രയാസങ്ങൾ മാറാനും ടെൻഷനും വിഷമങ്ങളൊക്കെ മാറാൻ സൂറത്തുൽ ലുഹ പാരായണം ചെയ്താൽ മതിയെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, സൂറത്തുൽ ലുഹയുടെ ബർക്കത്ത് കൊണ്ട് ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ റബ്ബേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.